നമസ്കാരം. ഇന്ത്യയിൽ UPI സർക്കിൾ എന്ന പുതിയ ഫീച്ചർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോൺപേ. ഈ ഫീച്ചറുകളിലൂടെ ഒരു പ്രധാന ഉപയോക്താവ് വഴി മറ്റാളുകൾക്ക് UPI പേയ്മെന്റുകൾ നടത്താൻ കഴിയും. സെക്കൻഡറി യൂസേഴ്സിന് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും ഇതിന് കഴിയുമെന്നതാണ് പ്രധാന കാര്യം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സർക്കിൾ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. UPI പേയ്മെന്റുകൾ കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം സെക്കൻഡറി യൂസേഴ്സ് എത്രത്തോളം പണം ചിലവഴിക്കുന്നുവെന്ന് നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഇത് പ്രൈമറി യൂസേഴ്സിനെ സഹായിക്കും. കുട്ടികൾക്ക് പണം ചിലവഴിക്കാൻ നൽകുന്ന മാതാപിതാക്കൾക്കും സ്വന്തം സ്റ്റാഫുകളുടെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന തൊഴിലുടമകൾക്കുമെല്ലാം ഇത് ഉപയോഗപ്രദമാണ്. ഇന്ത്യയിൽ ഈ ഫീച്ചർ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ആപ്പാണ് ഫോൺപേ. വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ ഫോൺപേ ഇന്ത്യയിൽ UPI സർക്കിൾ എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ പോലുള്ള വിശ്വസ്തരായ ആളുകൾക്ക് അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു സർക്കിൾ ഉണ്ടാക്കാനും UPI ഐഡികൾ സൃഷ്ടിക്കാനും ഈ സവിശേഷത ഫോൺപേ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. ഒരു UPI സർക്കിൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പ്രധാന ഫോൺപേ ഉപയോക്താവ് പ്രൈമറി യൂസർ ആകും. പ്രൈമറി യൂസറിന് പിന്നീട് മറ്റാളുകളെ സെക്കൻഡറി യൂസേഴ്സായി സർക്കിളിലേക്ക് ചേർക്കാൻ കഴിയും. ഓരോ സെക്കൻഡറി യൂസർക്കും അവരുടേതായ UPI ID ലഭിക്കും. ഇത് ഓൺലൈനായി പേയ്മെന്റുകൾ നടത്താനോ ബില്ലുകൾ അടയ്ക്കാനോ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇടപാടുകൾക്കുള്ള എല്ലാ പണവും പ്രൈമറി യൂസറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. സെക്കൻഡറി യൂസേഴ്സിന് പണം എങ്ങനെ ചിലവഴിക്കാം എന്നതിൽ പ്രൈമറി യൂസർക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകും. ഇത് കൈകാര്യം ചെയ്യാൻ ഫോൺപേ വഴി 2 വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. പാർഷ്യൽ ഡെലിഗേഷൻ മോഡിൽ സെക്കൻഡറി യൂസർ നടത്തുന്ന ഓരോ പേയ്മെന്റിനും പ്രൈമറി യൂസർക്ക് ഒരു പ്രോംപ്റ്റ് ലഭിക്കും. പ്രൈമറി യൂസർ അത് അംഗീകരിച്ചാൽ മാത്രമേ ഇടപാട് നടക്കൂ. ആദ്യത്തേത് പാർഷ്യൽ ഡെലിഗേഷൻ മോഡിൽ സെക്കൻഡറി യൂസർ നടത്തുന്ന ഓരോ പേയ്മെന്റിനും പ്രൈമറി യൂസർക്ക് ഒരു പ്രോംപ്റ്റ് ലഭിക്കും. പ്രൈമറി യൂസർ അത് അംഗീകരിച്ചാൽ മാത്രമേ ഇടപാട് നടക്കൂ. രണ്ടാമത്തേത് ഫുൾ ഡെലിഗേഷൻ മോഡിൽ പ്രാഥമിക ഉപയോക്താവിന് സെക്കൻഡറി യൂസേഴ്സിനുള്ള പ്രതിമാസ ചിലവ് പരിധി സജ്ജമാക്കാൻ കഴിയും. ഈ പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി യൂസേഴ്സിന് ഓരോ ഇടപാടിനും അനുമതി ആവശ്യമില്ലാതെ തന്നെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. എന്നിരുന്നാലും പരിധികൾ നിലവിലുണ്ട്. പരമാവധി 15,000 രൂപ വരെ പ്രതിമാസ പരിധിയായി സജ്ജീകരിക്കാം. ഓരോ ഇടപാടും 5,000 രൂപയ്ക്കുള്ളിൽ എന്ന രീതിയിലുമാക്കാം. ഒരാൾ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്നാൽ മറ്റുള്ളവർക്ക് ചെറിയ പേയ്മെന്റുകൾ നടത്താൻ അനുവദിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ ഫീച്ചർ സഹായകമാകും. UPI സർക്കിളിൽ ഒരു പ്രൈമറി യൂസർക്ക് 5 സെക്കൻഡറി യൂസറെ വരെ ചേർക്കാൻ കഴിയും. ഈ സെക്കൻഡറി യൂസേഴ്സിന് പണം അയക്കാനും UPI പേയ്മെന്റുകൾ നടത്താനും കഴിയും. എന്നാൽ ഒരു സമയം ഒരു പ്രൈമറി യൂസറുമായി മാത്രമേ അവരെ ബന്ധിപ്പിക്കാൻ സാധിക്കൂ. അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഏതൊരു സെക്കൻഡറി യൂസർക്കുമുള്ള ആക്സസ് നീക്കം ചെയ്യാനും കഴിയും. ഓരോ സെക്കൻഡറി യൂസേഴ്സിനും വ്യത്യസ്തമായ പ്രതിമാസ ചെലവ് പരിധിയും അവർക്ക് സജ്ജമാക്കാൻ കഴിയും. പ്രൈമറി യൂസർ സെക്കൻഡറി യൂസർക്ക് പൂർണ്ണ അനുമതി നൽകിയാലും ഉപയോക്താവ് ഇടപാട് പൂർത്തിയാക്കുമ്പോഴെല്ലാം അവർക്ക് ഒരു അറിയിപ്പ് ലഭിക്കും. ഇത് സെക്കൻഡറി യൂസർ നടത്തിയ എല്ലാ പേയ്മെന്റുകളും ട്രാക്ക് ചെയ്യാൻ പ്രൈമറി യൂസറിനെ സഹായിക്കും. 2024 ഓഗസ്റ്റിൽ ഗൂഗിൾ പേ UPI സർക്കിളിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഉപയോക്താക്കൾക്കും ഈ സവിശേഷത ഇതുവരെ ലഭ്യമല്ല. നിങ്ങൾക്കിപ്പോൾ UPI സർക്കിൾ പരീക്ഷിക്കണമെങ്കിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി ആപ്പ് ഉപയോഗിക്കാം. ഭീം സമാന സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുകയും UPI സർക്കിളിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്.